എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു സ്പെഷ്യലായ വിഷുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ ഇതിന് അരിയാണ് എടുക്കാറുള്ളത്. പച്ചരിയോ ചമ്പാ പച്ചരിയോ ഏത് വേണോ എടുക്കാവുന്നതാണ്. ഈ മില്ലറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വരകരി, കുവരക്, കോഡോ മില്ലറ്റ് എന്നാണ് ഇത് പറയുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു 2-3 വെള്ളം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 3 വെള്ളമെങ്കിലും മാറി കഴുകിയെടുക്കുക. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റെങ്കിലും കുതിർക്കാൻ വയ്ക്കുക. ഇതിന് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി ഒരു തേങ്ങ തിരികിയതാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കണം. 1-ാം പാലിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്താൽ മതിയാകും. തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എടുത്ത 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂട് വെള്ളം ഒഴിച്ച് തേങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലപോലെ അതിൻ്റെ പാൽ മൊത്തത്തിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 1-ാം പാൽ 1 കപ്പ്, 2-ാം പാൽ 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തതാണ്. കുറച്ച് കട്ടിപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിഷുക്കട്ട കഴിക്കാൻ വേണ്ടി ഈ ശർക്കര പാനിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇനി 3 കപ്പ് വെള്ളം ഒഴിച്ച് പാലെടുത്ത 2-ാം പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുതിർക്കാൻ വെച്ച മില്ലറ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിലെ വെള്ളം മൊത്തത്തിലൊന്ന് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത് വരണം. കുക്കറിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല വെന്ത് ഉടഞ്ഞു പോകും. ഇതാകുമ്പോൾ വെന്ത് ഉടയുകയില്ല, പാകത്തിന് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ജീരകം ചതച്ചിട്ട് കൊടുക്കാം. ജീരകം ചതച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് വറ്റിയതിന് ശേഷം 1-ാം പാൽ ചേർത്താൽ മതിയാകും. ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എടുത്തു വെച്ച 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലപോലെ കുറുകി വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഈ വിഷുക്കട്ട മധുരം ഉപയോഗിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ അച്ചാറോ ചമ്മന്തിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്.
ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഒരു ഇലയിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് നിരത്തി കൊടുക്കാം. ഇതിൽ വേറെ നെയ്യോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. സാധാരണ വിഷുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണിത് വിഷുക്കട്ട. വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇത് മില്ലറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാവും. ഇനി ആ ശർക്കര ഉരുക്കിയത് ആ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ സെപ്പറേറ്റ് ഏലക്കായ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ശർക്കര ഉരുക്കാൻ നേരത്ത് തന്നെ ഏലക്കായയും ചുക്കും കൂടി പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് തണുക്കും തോറും വളരെ ടേസ്റ്റിയാണ്. ചെറിയ പീസോ വലിയ പീസോ ആക്കി കട്ട് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കട്ട് ചെയ്ത് ശർക്കരയിൽ മുക്കി കഴിക്കുകയോ ശർക്കര ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിക്കുകയോ ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് പഴം ഞുറുക്കിയതും കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. കുറച്ച് പഴം ഞുറുക്കിയതും കൂടി ഇതിലോട്ട് ചേർക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.